രാമു നാരായണ രാമ. ശിവായി പോയവൻ അനുഗ്രഹത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹം നിരന്തരം ധ്യാനത്തിൽ ഇരുന്ന് ജപം ചെയ്തു. അനേകം ദോഷങ്ങൾ, അവമാനങ്ങൾ, അധിക്ഷേപങ്ങൾ, എന്നാൽ ഏതൊക്കെ കാര്യങ്ങൾ ആലോചിച്ചാലും അദ്ദേഹം തൻ്റെ ധ്യാനത്തിൽ നിന്നും ചാടിയില്ല. ദൈനംദിനം ഒരേ രീതിയിൽ കടന്നു. എന്തെന്ത് കാണപ്പെടുന്നുവോ ഇതിലേക്കെത്താൻ സമയം വേണ്ടിയിരിക്കും. കാരണം ഇത് ഒരു ദുർബലമായ അവസ്ഥയാണ്. വീട്ടിൽ എവിടെ എളുപ്പമായിരിക്കണമെന്ന് നോക്കി എവിടേക്ക് പോവേണ്ടതാണെന്ന് തീരുമാനിക്കാൻ കഴിയാതെ അന്തിമമായി ശ്മശാനത്തിൽ ഇരുന്ന് നിന്നു. പക്ഷേ അവിടെ പോലും ശാന്തിയുണ്ടായിരുന്നില്ല. ശരീരം സമ്മതിക്കാത്തതിനാൽ വയറിൻ്റെ ദഹനങ്ങളെ എങ്ങനെ ശാന്തിപ്പിക്കും? ശ്മശാനത്തിൽ ലഭിക്കുന്നവയെ മാത്രം കഴിച്ച് അവരുമായി ദിവസങ്ങൾ കടന്നു. അതിനാൽ തണുപ്പ് കൊണ്ടു തകർന്നുപോയി. ലങ്ങോടുകൂടി എല്ലാ ദുർബലതകളും സഹിച്ചു. ഒരിക്കൽ ഒരു മരിച്ചവൻ്റെ സാരി കൂടത്തോച്ച് അമർത്തി. ഓർമ്മ വന്നപ്പോൾ അത് ഭാര്യയ്ക്ക് കൊടുക്കണം. അവൻ പിശുക്കായി മാറിയില്ലെങ്കിൽ മറ്റെന്താണ് പറയാൻ? വീട്ടിലേക്ക് പോയി അവിടെ ഭാര്യ മുകളിലിടുന്നത് കണ്ടു. അവൻ അറിഞ്ഞു സാരി മരിച്ചവൻ്റെതാണ്. എന്നാൽ എന്തു ചെയ്യും? ശിവനോട് സംതൃപ്തിയിലേക്ക് സാരി ധരിച്ചു. ശേഷം ഭക്ഷണം നൽകാൻ പറഞ്ഞു. വീട്ടിൽ എന്തും ഇല്ലാത്തതിനാൽ അദ്ദേഹം വശേഷം മടങ്ങി കശാക്കുക വേണ്ടി പോയി. വീട്ടിൽ നിന്ന് കടന്നുപോയപ്പോൾ ഭാര്യ വീട്ടിലെ ഭക്ഷണം കളഞ്ഞു. മരിച്ചവൻ്റെ വസ്ത്രം ധരിച്ച് വന്നാൽ ഭക്ഷണം അശുദ്ധമായിരുന്നു. അതുപോലെ ഭക്ഷണം ശിവനോട് നൽകി. ശിവൻ സംതൃപ്തനായി. ഗഹനമായ അവസ്ഥയിൽ പോയി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിച്ചു. ശിവന്റെ സ്വന്തം കൈകളിൽ പർവ്വതത്തിൻ്റെ കോണിൽ എഴുതി 8 പേജുകൾ എഴുതിയിരിക്കുന്നു. ഭാര്യ പറഞ്ഞു, നന്നായി ഭക്ഷണം ഒരുക്കൂ. തയ്യാറായി തീർത്ഥാടനത്തിൽ ഇരുന്നു. സേവനത്തിൽ എല്ലായ്പ്പോഴും ഇരുന്നിരിക്കുന്നു ചിലർ. രണ്ടും അവരുടെ വിധി കാരണം അവർക്ക് തീർത്ഥാടനത്തിലെ മാത്രം ലഭിച്ചു. അവസാനം ഒന്നും ഇല്ലാതെ അവർക്ക് നൽകപ്പെടുകയും ചെയ്തു. അതുപോലെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോയി ദിവയും നമസ്കാരം കഴിഞ്ഞു. ഇത്തരം അവസ്ഥയിൽ പോലും ദുഃഖം ഉണ്ടാകുന്നില്ല. യോഗത്തിൽ മുങ്ങിയിരുന്നതുകൊണ്ട് അവൻ എന്തു മനസ്സിലായില്ല. സാധാരണ ജപം ചെയ്തുകൊണ്ടാണ് ആഴത്തിൽ മുങ്ങുന്നത്. ഈ ലോകത്തെ ശ്മശാനമായി വിളിക്കുന്നു. നിങ്ങൾ പറയുന്ന വാക്കുകൾ ഞങ്ങൾ നമുക്ക് ഇല്ലെന്ന് വിശ്വസിക്കൂ. എന്നാൽ സത്യം എന്നാൽ ഞങ്ങൾ ആരും ഇവിടെയില്ല. ഞങ്ങൾ എന്നത് മറക്കൂ. ഞങ്ങൾ അത് വെറും ബോധമാണ്. ജപം നടത്തുമ്പോൾ ഇല്ല എന്ന നിലയിലേക്ക് പോയി.